14ാമത്തെ ദിവസമാണ്. പാർട്സിന് ഈ പോകുമ്പോൾ വന്നിട്ട് ഉഷാറാക്കി കളിക്കുന്നത്. ജിമ്മിലെ വലിയ ഒറ്റ കട പോലും തുറന്നിട്ടില്ല. ഇതെന്താ ഒരേ കണ്ടന്റ് തന്നെ, ഒരേ കാര്യം തന്നെ, ഒരിക്കലും ഒരു നഷ്ടബോധം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എൻ്റെ ഏറ്റവും വലിയ പവർ. 2 ദിവസം ജിമ്മിൽ 4 ദിവസം ലീവ് ഉണ്ടാവുക. അങ്ങനെ ഇറങ്ങി ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നമ്മളെ 14ാമത്തെ ദിവസമാണ്. ഇന്ന് അതിൽ ലീവാണ്, അതിൽ വരാൻ ചാൻസ് ഇല്ല, അവൻ നാട്ടിൽ നിന്ന് എത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഒറ്റയ്ക്കാണ്, ആപ്സിലാണ് കയറി സെറ്റാക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു അടിപൊളി ദിവസത്തേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്നെന്തായാലും നേരെ ജിമ്മിലേക്ക് പോവാം. പിന്നെ ഫസ്റ്റ് ബോട്ട് വെള്ളം ഏകദേശം സെറ്റായിട്ടുണ്ട്, ഒരു കുറച്ചുകൂടി ഉള്ളൂ. അതുകൂടി ഒന്ന് സെറ്റാക്കി എന്തെങ്കിലും എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നേരെ ജിമ്മിലേക്ക് വിടണം. അപ്പോൾ എന്തായാലും ജിമ്മിലെത്തിയിട്ട് കാണാം നമുക്ക്. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ എത്തി. ചെറുക്കനത് അവിടെ പാർക്ക് ചെയ്ത് നേരെ ജിമ്മിലേക്ക് കയറി കേട്ടെ. അങ്ങനെ ജിമ്മിലെത്തി. എന്താ പിള്ളേരൊക്കെ നല്ല കളിയിലാണ് അവിടെ. ഇന്നിപ്പോൾ ആപ്സിന് കളിക്കാമെന്ന് വിചാരിക്കുന്നത്. അതും ഇല്ലാത്തതുകൊണ്ട് പാർട്സിന് ഈ പോകുമ്പോൾ വന്നിട്ട് ഉഷാറാക്കി കളിക്കുന്നത് ചോദിച്ചു. കളിയൊക്കെ തീർത്ത് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ മെയിൻ കോച്ച്, നമ്മളെ ജിമ്മിലെ വലിയ ബിഗ് ഏട്ടനത് അവിടെ ഒത്തിരിക്കുന്നുണ്ട്. അങ്ങനെ പരിപാടി കഴിഞ്ഞ് നേരെ താഴത്തേക്ക് ഇറങ്ങി. ഇന്നെന്തോ വ്യാപാരി വ്യവസായിൻ്റെ എന്തോ സമരം എന്തോ ആയതുകൊണ്ട് ഫുള്ള് കട അടച്ചിട്ടിരിക്കുക. ഒറ്റ കട പോലും തുറന്നിട്ടില്ല. രാമേട്ടൻ അങ്ങാടിക്ക് ഉറങ്ങി കിടക്കുക, ഒറ്റ പീടി തുറന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. എന്താ ഇന്നിപ്പം പഴവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോഴിമുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബുക്ക് വായിക്കാനുള്ള പരിപാടി വെക്കാണ്. ഇന്നത്തെ വർക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി, അപ്പോൾ എന്തായാലും വായിച്ചാണെന്ന് വിചാരിച്ചു. ഇന്ന് വായിച്ച് നല്ല എന്തെങ്കിലും അടിപൊളി പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ പലപ്പോഴും തോന്നാൻ ചാൻസ് ഉണ്ട്, ഇതെന്താ ഒരേ കണ്ടന്റ് തന്നെ, ഒരേ കാര്യം തന്നെ. അങ്ങനെ ശരിക്കും ഫീൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ 75 ഹാർഡ് കഴിയുന്ന വരെ ഇത് പാറ്റേൺ ആവും. പക്ഷെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. പുതിയ എൻ്റെ ലൈഫിൽ നടക്കുന്ന സന്തോഷങ്ങളും, പിന്നെ ഞാൻ പുതിയതായിട്ട് കാണുന്ന കാര്യങ്ങളും, അങ്ങനെ പിന്നെ ഞാൻ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളടുത്തേക്ക് എത്തിക്കും. ഈ വീഡിയോ കാണുന്നവർക്ക് ഒരിക്കലും ഒരു നഷ്ടബോധം ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു പോയിന്റെങ്കിലും ഞങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരും, പറഞ്ഞു തന്നിരിക്കും. അത് എൻ്റെ ഒരു വാശിയാണ്. ഈ വീഡിയോ കാണുന്നവർക്ക് എപ്പോഴും അതൊരു മോട്ടിവേഷൻ ആയിരിക്കണം. എന്തെങ്കിലും ഒരു ലൈഫ് ചേഞ്ച് മൊമെന്റ് എങ്കിലും ഇതിൽ ഒന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു മൊമെന്റ് എങ്കിലും ഞാൻ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കും. അത് എൻ്റെ ഒരു വാശിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രസന്റേഷനിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കും. എനിക്ക് പറ്റാവുന്ന അത്ര മാറ്റങ്ങൾ ഞാൻ വരുത്തുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടോടെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക, പുതിയ വീഡിയോസ് കിട്ടുകയും ചെയ്യും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തൊക്കെ വന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എൻ്റെ ഏറ്റവും വലിയ പവർ. അപ്പം പിന്നെ ബുക്ക് വായിച്ചിട്ട് ബാക്കി ഇതൊന്ന് പഠിക്കാനുള്ളത് കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അടിപൊളി എന്തെങ്കിലും ഓരോ 10 പേജിൽ എന്തായാലും അടിപൊളി കാര്യങ്ങൾ ഈ ബുക്കിൽ പഠിക്കാൻ കിട്ടും. അടിപൊളി ഒരു ബുക്കാണ്, ഹൈലി റെക്കമെൻഡഡ് ബുക്കാണ്. ആരായാലും ഒരു വട്ടെങ്കിലും ഒന്ന് വായിച്ച് നോക്കണം. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ പോകുന്ന പോക്ക് വളരെ മോശം സിറ്റുവേഷനിലാണ്. കാരണം സാധാ രീതിയിൽ ജീവിക്കുക, സാധാ രീതിയിലുള്ള ഒക്കെ കൂടുതൽ മുന്നോട്ടൊന്നും ചെയ്യില്ല, നോർമൽ ലൈഫ് ജീവിക്കുക എന്നുള്ളൊരു പാറ്റേണിലാണ് ഇത്രയും കാലം നമ്മളെല്ലാവരും മുന്നോട്ട് വരും. ഞാൻ അടക്കം എൻ്റെ ലൈഫിൽ ഇപ്പോഴാണ് ഒരു മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. ഈ 75 ഹാർഡ് തുടങ്ങിയതിന് ശേഷം എനിക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയിരുന്നു ടേണിംഗ് പോയിന്റ് കിട്ടി 75 ഹാർഡ്. അത് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ കൺസിസ്റ്റൻസി കൂടി. ഞാൻ ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളല്ല. 2 ദിവസം ജിമ്മിൽ 4 ദിവസം ലീവ് ഉണ്ടാവുക, അതായിരുന്നു എന്റെ സിറ്റുവേഷൻ. അങ്ങനെ നിന്നിട്ട് ഞാൻ ഇപ്പൊ ഡെയിലി ജിമ്മിന് പോകുന്നുണ്ട്, എല്ലാ ബുക്ക് വായിക്കുന്നുണ്ട്. ഇതാണ് എന്റെ ഏറ്റവും വലിയ അത്ഭുതമുള്ള കാര്യം, ബുക്ക് വായിക്കുന്ന കാര്യം. അതെനിക്ക് അറിയില്ല എത്രത്തോളം എങ്ങനെ പോസിബിൾ ആയത് എന്നുള്ളത്. ഞാൻ വേണമെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അത്രയ്ക്കും അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുക, ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുക. എന്നാൽ തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് നമ്മളെ ആശാണ്ട് ഷാരിഖ് ശംസുദ്ദീൻ, മൂപ്പര് പറഞ്ഞതാണ് കേട്ടോ. എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിങ്ങിന്റെ ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ് മൂപ്പര്. ഒരു വീഡിയോ കണ്ടപ്പം അത് അടിച്ചു മാറ്റിയതാണ്. അത് ഒരു അടിപൊളി പോയിന്റ് ആണ്. അപ്പൊ പിന്നെ ബുക്ക് വായിച്ചിട്ട് അടിപൊളി ഒരു പോയിന്റ് ആയിട്ട് ഞാൻ ഇപ്പം വരാം. ഓക്കെ, നമ്മൾ ഇന്ന് വായിച്ചത് മനസ്സിലായത് വെച്ചാല് നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അതിനൊരു ആക്ഷൻ കൊടുക്കുക. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ നീച്ച് ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അലാറം വെക്കുക. പിന്നെ രാവിലെ പോകാനുള്ള ഷൂവും ജിമ്മിലേക്കുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ സെറ്റാക്കി വെക്കുക. അങ്ങനെ നമ്മൾ രാവിലെ അലാറം അടിച്ച് നീക്കുമ്പോൾ ഡയറക്റ്റ് കാണുന്നത് ജിമ്മിന്റെ ബാഗാവും. അങ്ങനെ വരുമ്പോൾ മാക്സിമം ആ ഒരു സംഭവം ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്.
ഇത് ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഇതേപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതായിട്ട് കണക്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് കാര്യം ചെയ്യാണ്ടെങ്കിലും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. നിങ്ങളുടെ ലൈഫിലൂടെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ നടക്കാൻ ഇറങ്ങി. നമ്മളെ രാജഗേറ്റ് നമ്മളെ സ്ഥിര റൂട്ടാണ്. രാജഗേറ്റ് ഇതാ നേരെ ഫറൂഖ് കോളേജ് അങ്ങാടി കാണുന്നത്. അങ്ങനെ വൈബായിട്ട് നടന്ന് ഇന്നത്തെ എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ആക്കി അങ്ങനെ നേരെ വീട്ടിലെത്തി. നമ്മളെ ടാസ്കുകളൊക്കെ കൺഫർമേഷൻ ചെയ്യാണ്. രാവിലത്തെ സെൽഫി ഓക്കെ ആയിരുന്നു, സെറ്റാക്കി. വർക്കൗട്ട് രാവിലത്തെ സെറ്റാക്കി. 4 ലിറ്റർ വെള്ളം കുടിച്ചു. ഹെൽത്തി ഫുഡായിരുന്നു. 10 പേജ് ബുക്ക് വായിച്ചു. വൈകുന്നേരത്തെ വർക്കൗട്ടും സെറ്റാക്കി. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഫുള്ള് സെറ്റാക്കി. അടിപൊളി. നമുക്കെന്നെ ഒരു അന്തസ്സാണ്. അപ്പം നാളത്തെ അടിപൊളി വിശേഷങ്ങളായിട്ട് നാളെ നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.